ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പി ഒന്നല്ല. ഞാനിവിടെ ഒരു ഫേസ് പാക്കാണ് തയ്യാറാക്കുന്നത്. ഫേസ് പാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ബ്ലീച്ച് എഫക്റ്റാണ് നമുക്ക് തരിക. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടി, 100% റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഇതേപോലെയുള്ള ബ്യൂട്ടി ടിപ്സൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കമൻറ്റ്സ് കിട്ടാറുണ്ട്. ഇത് ചെയ്താൽ അങ്ങനെ ശരിക്കും ഉള്ളതാണോ അല്ലെങ്കിൽ ഉടായിപ്പാണോ, അങ്ങനെയുള്ള ഒരുപാട് കമൻറ്റ്സ് നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഈ ഒരു ഇതെന്ന് പറയുന്നത് ഞാൻ ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായും എൻ്റെത് നോർമൽ സ്കിന്നാണ്. അപ്പോൾ ഓരോരോ സ്കിൻ ടൈപ്പിനും ഓരോരോ രീതിയിലാണ് പിന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക. എൻ്റെത് നോർമൽ സ്കിൻ ടൈപ്പുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കിത് നല്ല എഫക്റ്റീവായി തോന്നിയത് കൊണ്ട് 100% റിസൾട്ട് കിട്ടുന്നു ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് എന്നാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങളത് റിമൂവ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തുള്ള മാറ്റം കാണാൻ പറ്റും. അപ്പോൾ ഇത് വിശ്വാസമുള്ളവർ മാത്രം വീഡിയോ കംപ്ലീറ്റ് കാണുക, ഇതേപോലെ ചെയ്ത് നോക്കുക. എല്ലാന്നാണെങ്കിൽ നിങ്ങൾക്കിത് അവോയ്ഡ് ചെയ്യാം. ആരും നിർബന്ധിച്ചിട്ട് ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് എഫക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് അല്ലെങ്കിൽ ബ്ലീച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനാദ്യം തന്നെ വേണ്ടത് ഒരു അര തക്കാളി എടുത്തിട്ട് നല്ലോണം ജ്യൂസാക്കി എടുക്കുക. അതിൻ്റെ ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കുക. അര തക്കാളി എടുത്താൽ അത് 2 ടേബിൾ സ്പൂൺ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ 2 ടേബിൾ സ്പൂണ് തക്കാളിയുടെ പേസ്റ്റ് എടുത്തതിന് ശേഷം അതിലേക്ക് അതേപോലെ 2 ടേബിൾ സ്പൂണ് ഓട്സ് പൊടിച്ചതാണിത്. വറുത്ത് പൊടിച്ചതൊന്നല്ല, നമ്മുടെ ഓട്സ് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതാണ്. അതും 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുക. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓട്സിൻ്റെ പൗഡറും 2 ടേബിൾ സ്പൂൺ തക്കാളിയുടെ പേസ്റ്റുമാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തത്. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂണോളം കടലപ്പൊടി കൂടിയും അതിലേക്ക് ആഡ് ചെയ്യുക. 1 ടേബിൾ സ്പൂൺ മതി കടലപ്പൊടി. ഇനി നമുക്ക് വേണ്ടത് ചെറുനാരങ്ങയുടെ നീരാണ്. ഒരു ഹാഫ് ചെറുനാരങ്ങയുടെ നീര് കംപ്ലീറ്റ് വേണ്ട, 1 ടേബിൾ സ്പൂണോളം മതി. 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീര്, 1 ടേബിൾ സ്പൂണോളം കടലപ്പൊടി, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ ഓട്സിൻ്റെ പൗഡർ. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പേസ്റ്റ് രൂപത്തിൽ കിട്ടില്ല, കുറച്ചൊന്ന് ടൈറ്റായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ പാല് കൂടി ആഡ് ചെയ്യും. പിന്നെ വേറൊരു കാര്യം, എല്ലാവരുടെ സ്കിന്നിനും ഈ ലെമൺ ചിലപ്പം പിടിക്കണമെന്നില്ല. അപ്പോൾ ലെമൺ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഓറഞ്ച് ജ്യൂസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം പാല് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. അതിനുശേഷം ഒരു 10 മിനിറ്റ് നമ്മളിത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. 10 മിനിറ്റ് മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് നല്ലോണം നമ്മുടെ മുഖത്ത് പിന്നെ സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്ത് വെക്കുക. അതിനുശേഷം ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ, നല്ലവണ്ണം മുഖത്ത് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മളിത് വെള്ളം ഉപയോഗിക്കാണ്ട് ജസ്റ്റ് മുഖത്തുനിന്ന് ഈ ഒരു ഫേസ് പാക്ക് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ തട്ടിക്കൊടുക്കുമ്പോൾ അത് റിമൂവ് ആയി കിട്ടും. അതിന് ശേഷം നമ്മൾ സാധാ പൈപ്പ് വാട്ടറിൽ മുഖം ഒന്ന് കഴുകിക്കളയുക. അപ്പോൾ തന്നെ നല്ല ഗ്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്ത് കാണാൻ പറ്റും. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം, ഏതെങ്കിലും നിങ്ങൾക്ക് സൗകര്യമുള്ള ഒരു ദിവസം ഇത് ചെയ്യാനാണെങ്കിൽ നിങ്ങളുടെ മുഖത്തിന് നല്ല മാറ്റം കിട്ടും, നല്ല നിറം വരാൻ തുടങ്ങും. നിങ്ങൾ സാധാരണ നമ്മൾ ഈ കെമിക്കൽസ് എല്ലാം ഉപയോഗിച്ചിട്ടുള്ള ബ്ലീച്ച് ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്ത് സ്കിന്ന് കേടാക്കുന്നതിലും നല്ലത് നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള എല്ലാവരുടെ വീട്ടിലും കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലുള്ളൂ. അത് ഉപയോഗിച്ച് ഇതേപോലെ ബ്ലീച്ച് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് മുഖത്ത് കാണാൻ പറ്റും. നല്ല ഗ്ലോ, നല്ല നിറമൊക്കെ നിങ്ങൾ വെക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നിൽക്കരുത്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് അത് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. ഞാൻ വീണ്ടും പറയണം, എൻ്റെ നോർമൽ സ്കിന്നാണ്. നോർമൽ സ്കിന്നായ എനിക്ക് ഇത് വളരെ എഫക്റ്റീവായിരുന്നു. ഓയിലി ആയിട്ടുള്ളതും ഡ്രൈ ആയിട്ടുള്ളതും സ്കിന്നിൻ്റെ കാര്യം എത്രത്തോളം ഉണ്ട് എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ നോർമലായിട്ടുള്ള ഒരു സ്കിന്നിന് ഇത് തീർച്ചയായും എഫക്റ്റീവ് ആയിരിക്കും എന്നാണ്, എഫക്റ്റീവ് തന്നെ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് യൂസ് തന്നെ നമ്മളത് റിമൂവ് ചെയ്യുന്നതോടുകൂടി നമുക്കതിൻ്റെ ഗ്ലോ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.